ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ തന്നെ ഒരാൾ വിശക്കുന്ന മമ്മീന്നും പണ്ടാണ് കേട്ടോ ഓടി അടുക്കളയിലോട്ട് വന്നിരിപ്പായത്. ഞാനങ്ങനെ പെട്ടെന്ന് തന്നെ പാലെടുത്ത് തിളപ്പിച്ച് അവൻ്റെ ക്ലാസ്സിൽ ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മച്ചിയാണെങ്കിൽ വന്ന് അവനോട് രാവിലെ തന്നെ വിശേഷമൊക്കെ പറഞ്ഞിട്ട് നേരെ നടന്ന് ക്യാമറയുടെ മുന്നിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ ബാക്കിയുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കഴുകിയൊക്കെ അടുക്കി പെറുക്കിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പം നമുക്കിന്ന് രാവിലത്തേക്കിന് സാമ്പാറാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ താണ്ട് ഇവിടെ വെന്ത് ആവിയൊക്കെ പറന്ന് നിൽപ്പുണ്ടേ. അങ്ങനെ അടുത്തത് ഇഡ്ഡലി വെക്കണം. ഇഡ്ഡലി ആണെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമല്ല, എനിക്ക് ദോശയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവർക്കും ഇഡ്ഡലിയാണ് അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ രണ്ടാമത്തെ തട്ട് ഇഡ്ഡലിക്കുള്ളതൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. കുഞ്ഞാണെങ്കിൽ എന്നെ വിട്ട് മാറുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ സാമ്പാർ താളിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് സാമ്പാറും അങ്ങ് താളിച്ചങ്ങ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ സാമ്പാറിൻ്റെ നല്ലൊരു മണം വന്നേ. പിന്നെ അതിൻ്റെ അകത്തോട്ട് കുറച്ച് കായ്പ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ അകത്തോട്ട് ഒരു ഇച്ചിരി പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്കപ്പോൾ ഒരു ഇച്ചിരി പുളി രസം വേണം, എന്നാലും എനിക്ക് ഇഷ്ടമുള്ള. അങ്ങനെ അതുമൊക്കെ ചെയ്തൊക്കെ വെച്ചിട്ട് പിന്നെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം അപ്പം തന്നെ കഴുകി വൃത്തിയാക്കി. ഞാൻ അങ്ങനെ അവിടെ ഇവിടെ ഒന്നും ഇട്ട് വെക്കത്തില്ലേ. അങ്ങനെ അതെല്ലാം കഴുകി പിന്നെ നമ്മുടെ അടുക്കളയുടെ പാതകമൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ ജോലി ഏകദേശം തീരാറായി കേട്ടോ. ഇനിയിപ്പോൾ കുളിച്ചൊന്ന് ഒരുങ്ങി തയ്യൽ ക്ലാസ്സിന് പോകണം. അങ്ങനെ കുളിച്ചൊരുങ്ങി വന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും എടുത്തിട്ട് ഞാനപ്പം നന്നായിട്ട് തട്ടുന്നുണ്ട്. വലിയ താല്പര്യം ഇഡ്ഡലിയോടില്ലെങ്കിലും കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരുങ്ങിയൊക്കെ ഇറങ്ങി കേട്ടോ. അവനെ ഒരുക്കിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇനി നേരെ കൊണ്ട് അവനെ കൊണ്ട് ട്യൂഷൻ ക്ലാസ്സിലാക്കിയിട്ട് വേണം എനിക്ക് തയ്യലിന് പോകാൻ. അങ്ങനെ ഞാനങ്ങനെ തയ്യൽ പഠിക്കുന്ന അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ വീഡിയോസൊന്നും അങ്ങനെ അധികം എടുക്കുന്നില്ല, വെയിൽ കാരണം നേരെ നോക്കാൻ പോലും പറ്റുന്നില്ലേ. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി ഞാൻ മേളിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.